അമീർ എളമരം നമ്മുടെ നാട്ടുകാരനാണ്. ആള് 1,00,000 സബ്സ്ക്രൈബേഴ്സ് ആയതിൻ്റെ പ്ലേ ബട്ടൺ അൺബോക്സിംഗ് ആയിരുന്നു. ആൾ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ UAEയിലുള്ള എല്ലാ യൂട്യൂബ് ക്രിയേറ്റേഴ്സിനെയും വെച്ച് അവരുടെ മുന്നിൽ നിന്ന് അത് ഓപ്പൺ ചെയ്തു. കുറച്ച് കാര്യങ്ങളെ കൊണ്ട് പറയാം, വേണ്ടത് മാത്രം എടുക്കാം, വേണ്ടാത്ത ഒഴിവാക്കാം. ഇതെന്താ? വേസ്റ്റ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഈ കൂട്ടത്തിൽ ഇപ്പോൾ 500 സബ്സ്ക്രൈബേഴ്സ് തൊട്ട് 2,00,000 സബ്സ്ക്രൈബറിന് മേലുള്ള ആൾക്കാർ വരെ ഉണ്ട്. 250 എന്നിട്ടും നിങ്ങൾ വിടാണ്ട് ഇപ്പം ക്യാമറ ബുക്കിങ്ങിന് നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഞാൻ യൂട്യൂബിൽ വീഡിയോ ചെയ്യാൻ വേണ്ടി മോട്ടിവേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമില്ല. നിങ്ങൾ അകത്ത് വീഡിയോ ചെയ്യണം എന്നുള്ള ആഗ്രഹം എന്തായാലും ഉണ്ട്. ഞാൻ ചെയ്യുന്ന എല്ലാ വീഡിയോയും എൻ്റെ എല്ലാ സബ്സ്ക്രൈബേഴ്സും കാണണമെന്ന് ആഗ്രഹിക്കൽ തന്നെ മണ്ടത്തിലാണ്. ഒരു വീഡിയോ ഉണ്ടാക്കുമ്പോൾ ആദ്യം ആലോചിക്കേണ്ടത്, നിങ്ങൾ വേറൊരാളായിട്ട് നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ അത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ തോന്നുന്നില്ല എന്നാണ്. നിങ്ങൾ ആ വീഡിയോ, ആ ഒരു ടൈം, ഇപ്പം 5 മിനിറ്റ് ആയിക്കോട്ടെ, ആ 5 മിനിറ്റ് ആ കാണുന്ന ആളെ ലൈഫിൽ അല്ലെങ്കിൽ പിന്നെ ആ ആൾ സമയം ചിലവാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടി, അതിനെന്തേലും ഒരു മാറ്റം നിങ്ങൾ അങ്ങോട്ട് കൊടുത്തിട്ടുള്ളതാണ്. ഒന്നിക്കൽ അതൊരു ചിരി ആയിക്കോട്ടെ, അതല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ചിന്തിക്കാനായിക്കോട്ടെ, അതല്ലെങ്കിൽ പിന്നെ എന്തേലും അവർക്ക് ചിന്തിക്കാൻ നിങ്ങൾ കൊടുത്തിട്ടുണ്ടോയെന്നും ആലോചിക്കണം. നിങ്ങൾ ചെയ്യുന്ന ഒരു വീഡിയോ ആയിക്കോട്ടെ, ഇനി ആഴ്ചയിൽ ഒന്നേ ചെയ്യുന്നുള്ളൂ അല്ലെങ്കിൽ മാസത്തിൽ ഒന്നേ ചെയ്യുന്നുള്ളൂ, ആ ഒന്ന് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾ ചെയ്യുക. നിങ്ങൾ ആ ഒരു വീഡിയോ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ആദ്യം ആലോചിക്കുക, ഞാൻ ഇതെന്തിനാണ് ചെയ്യുന്നത്, ഈ വീഡിയോ ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടാക്കും, എന്നാൽ മാത്രമേ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാം. അല്ലാതെ കുറേ ആൾക്കാർ എന്തൊക്കെയോ ചെയ്യും, ക്യാമറ ഓണാക്കി എന്തൊക്കെയോ പറയുന്നുണ്ടാവും. ചില വീഡിയോ നമുക്ക് കാണുമ്പോൾ തന്നെ കാണാൻ താല്പര്യമില്ലാന്ന് പറഞ്ഞാൽ നമ്മൾ ഒഴിവാക്കും. അപ്പോൾ നിങ്ങൾ കണ്ടു നോക്കുക, വേറൊരാളായിട്ട് നിങ്ങൾ കണ്ടു നോക്കുക, അത് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇത് ഞാൻ ഷെയർ ചെയ്യുമോ വേണ്ടത്. ഷെയർ എപ്പോഴാണ് നമ്മൾ ചെയ്യുക, നമുക്ക് പറയാനുള്ളൊരു കാര്യം വേറൊരാൾ പറയുമ്പോൾ നമുക്ക് തോന്നും ആ ഇത് ഞാൻ 4 ആൾക്കോട്ട് പറയണം. അങ്ങനെ പറയാൻ തോന്നുമ്പോഴാണ് ഷെയർ പോവുക. വെറുതെ കുറേ വീഡിയോ ചെയ്യാതിരിക്കുക, ചെയ്യുമ്പോൾ 100%, അത് 1 ആണോ 2 വീഡിയോ ആണെങ്കിലും ചെയ്യുമ്പോൾ 100% ചെയ്യാം. അപ്പോൾ എത്ര സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെന്നുള്ളതല്ല, നമ്മൾ ചെയ്യുന്ന വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുന്ന എത്ര ആളുകൾ നമ്മളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു 100 പേർക്ക് നോട്ടിഫിക്കേഷൻ പോയി കഴിഞ്ഞാൽ അതിൽ എത്ര പേര് നിങ്ങളുടെ വീഡിയോ കാണുന്നുണ്ട്, അതാണ് ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം. അപ്പോൾ നമ്മളുടെ വീഡിയോയിൽ എന്തെങ്കിലും ഒരു കാര്യം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കൊണ്ടുവരിക, അപ്പം അത് ഇഷ്ടപ്പെടുന്ന ആളുകൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ ചാനലിലേക്ക് വരും. അതുപോലെ നമ്മളുടെ ഓരോ വീഡിയോയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ വീഡിയോയ്ക്ക് ഇത്ര ലൈക്ക് കിട്ടിയിട്ടുണ്ട്, നമ്മൾ മുമ്പ് ചെയ്ത വേറൊരു വീഡിയോയ്ക്ക് ഇത്ര ലൈക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ സംതിങ് സ്പെഷ്യൽ ആ ഒരു ലൈക്ക് കൂടുതൽ കിട്ടിയ വീഡിയോയ്ക്ക് ഉണ്ടാവും. അപ്പോൾ അതെന്താണെന്നുള്ളത് നമ്മൾ യൂട്യൂബിൻ്റെ അൽഗോരിതം നോക്കി മനസ്സിലാക്കിയിട്ട് അത്തരത്തിലുള്ള വീഡിയോ നമ്മൾ കൂടുതലായിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവും. ആ ഒരു ക്ലച്ച് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ പിന്നെ നമുക്ക് എന്താ പറയുക, വെള്ളത്തിൽ കിടന്ന് കാലിട്ടടിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും എല്ലാ കാലത്തും ഉണ്ടാവുക. ആയിട്ടുള്ള വീഡിയോ ഉണ്ട്, അതാണ് നമ്മൾ അമീർ എളമരം എന്ന് പറഞ്ഞ ഒരു ചാനലുള്ളത്. മറ്റേ ട്രാവൽ മാസ്റ്റർ ബൈ അമീർ എളമരം എന്ന് പറഞ്ഞാൽ അത് ട്രാവൽ മാത്രമേ ഉള്ളൂ. അതിലാണ് നമ്മൾ ഗിവ് അവേ കൊടുക്കുന്നത്. സാംസങ് 4G ഒരു മൊബൈൽ ഫോണാണ്. സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, കാരണം അടുത്ത വീഡിയോ ചെയ്യുന്നത് എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നേരം വൈകണ്ട, പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനലിൻ്റെ പേര് Ztalks ആണ്. പിന്നെ മോട്ടിവേഷണൽ വീഡിയോസാണ് സാധാരണ ചെയ്യാറ്. അത്യാവശ്യം വ്ളോഗും ചെയ്യാറുണ്ട്. പിന്നെ പുള്ളിക്കാരൻ്റെ വീഡിയോ ഞാൻ ഇപ്പോൾ അടുത്താണ് ശ്രദ്ധിച്ചത്, കൊള്ളാം, നല്ല ചാനലാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് ഷെയറായി കൊടുക്കാം. നിഖിൽ കണ്ണഞ്ചേരി എന്നാണ് ചാനലിൻ്റെ പേര്. ഞാൻ ടെക് വ്ളോഗറാണ്. ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ അമീർ ഭായി പുള്ളിക്കാരൻ്റെ ആ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ, സിൽവർ പ്ലേ ബട്ടൺ കിട്ടിയ ആ സന്തോഷത്തിൽ നമ്മളെയും കൂടി ഇൻവൈറ്റ് ചെയ്തതാണ്. അപ്പോൾ ആ ഒരു സമയത്ത് എല്ലാവരും കാണാനുള്ള ഒരു അവസരം എല്ലാ ക്രിയേറ്റേഴ്സിനെ കാണാൻ പറ്റും, ഒരുപാട് പേരെ. തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുക, വീഡിയോ ഒക്കെ കാണുക. തീർച്ചയായിട്ടും വീഡിയോ ഇഷ്ടപ്പെടുന്ന വീഡിയോസ് ആണെങ്കിൽ അവരെന്തായാലും 2 പേരുടെയും ചാനലിലേക്ക് വരും. അപ്പോൾ ടെക് വീഡിയോസ് ആണെങ്കിൽ ഒരു പക്ഷേ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം.
അതുപോലെ എൻ്റെ വീഡിയോ കാണുന്ന ആളുകളുണ്ടെങ്കിൽ അവർ പുള്ളിക്കാരൻ്റെ ചാനലോട് ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഞങ്ങൾ മെയിനായിട്ട് ചെയ്യുന്നത് ഞങ്ങളുടെ ലൈഫ് തന്നെയാണ്, റിയൽ ലൈഫ് വ്ളോഗറാണ്. അപ്പം ഞങ്ങളുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ, പിന്നെ ഞങ്ങളുടേതായിട്ടുള്ള കുറച്ച് കണ്ടന്റുകളുണ്ട്, രസമുള്ള കുറച്ച് ക്രൈസി ആയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ട്രാവൽസ്, പിന്നെ ഞാൻ ഫോട്ടോഗ്രാഫറാണ്. അപ്പം മെയിനായിട്ട് ഫോട്ടോഗ്രാഫി റിലേറ്റഡ് കണ്ടന്റുകൾ ഇടുന്നു. ഗോപ്രോ പല സ്ഥലത്ത് കണ്ടു. അതുപോലെ എന്ന് വെച്ചാൽ ഞാൻ കൂടുതൽ ഉദ്ദേശിക്കുന്നത് അതുപോലെ നമ്മുടേതായിട്ടുള്ള ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്ത് ഒരു വ്ളോഗ് ഉണ്ടാക്കണം, അങ്ങനെയൊക്കെയാണ്. അതിൽ എടുത്തു പറയാന്ന് വെച്ചാൽ അപൂർവ ചന്ദ്രഗ്രഹണം എന്ന് പറഞ്ഞിട്ട് ഒരു നൂറ്റാണ്ടിൻ്റെ ഇടയ്ക്ക് നടന്നൊരു ചന്ദ്രഗ്രഹണം ഞങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഗോപ്രോ ഞങ്ങൾ അതിൻ്റെ മാക്സിമം ഇതിൽ ടോയ്ലറ്റിൽ വരെ ഇട്ട് ഷൂട്ട് ചെയ്ത രീതിയിൽ അതിനൊരുപാട് ട്രോളും കിട്ടി. കിണറിലിറക്കി അത് തന്നെ അങ്ങനെ. പിന്നെ നമ്മുടെ ലൈഫിൽ എന്ത് നടക്കുന്നത്, നമ്മൾ ട്രാവലിന് പോകുകയാണെങ്കിൽ ട്രാവലിന്റെ കാര്യങ്ങൾ, പിന്നെ റിയൽ ലൈഫിൽ എന്ത് സംഭവിക്കുന്നു അത് അതേപടി ഞങ്ങൾ ഓഡിയൻസിന് മുന്നിൽ പകർത്ത്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇടാം, അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അതേപോലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ചാനലിൻ്റെ പേര് ലൈഫ് ആൻഡ് ട്രാവൽ ബൈ രാകേഷ് എന്നാണ്. ലൈഫ് സ്റ്റൈൽ റിയൽ ലൈഫ് വ്ളോഗർ എന്ന് പറയാം. ലൈഫ് സ്റ്റൈൽ ആൻഡ് ട്രാവലാണ് ഞാൻ ചെയ്യുന്നത്. അത് തന്നെയാണ് ലൈഫ് ആൻഡ് ട്രാവൽ. നമ്മൾ പോകുന്ന സ്ഥലങ്ങൾ എല്ലാം കാണിക്കുക, നമ്മൾ ലൈവായിട്ട് ഒരു എന്താ പറയണ്ടേ ലൈഫ് സ്റ്റൈൽ പിന്നെ റിയൽ ലൈഫ് വ്ളോഗിംഗ് എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചാനലിന്റെ URL പുള്ളിയുടെ ഞാൻ തീർച്ചയായിട്ടും ഡിസ്ക്രിപ്ഷനിൽ ഇടും. അപ്പോൾ പോയിട്ട് വിസിറ്റ് ചെയ്തിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ. നമ്മുടെ കൂടെ ഉള്ളത് ഷാനിദ്, നമ്മുടെ നാട്ടുകാരൻ തന്നെയാണ്. ശരി. എൻ്റെ ചാനലിൽ ഞാൻ ചെയ്യുന്ന പറഞ്ഞാൽ ട്രാവലും പിന്നെ ലൈഫ് സ്റ്റൈലുമാണ്. എല്ലാ ടൈപ്പുള്ള വീഡിയോസ് ഉണ്ട്. ആകെ 270 ചില്ലാനും സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ ആയുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെല്ലാവരും സപ്പോർട്ടാണ് നമ്മളെ വിജയം. ഓക്കെ. പുള്ളി ചാനലിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ. അജീഷ് പരിയാരത്ത്. എൻ്റെ ഒരു ലൈഫ് സ്റ്റൈൽ വ്ളോഗാണ്. പിന്നെ ലൈഫ് സ്റ്റൈൽ വ്ളോഗ് ഞാൻ എടുക്കുന്ന ഫൂട്ടേജ് എല്ലാം ഒരു സിനിമാറ്റിക് രീതിയിലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ചാനലാണ്, നിങ്ങൾക്ക് കയറി ചെക്ക് ചെയ്യാം. തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം. അതെ, അടിപൊളി വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതെ. ചാനലിൻ്റെ പേര് ശാലു ശിവരാം എന്നാണ്. ശരിക്കും എൻ്റെ പേര് ശാലു എസ് എന്നാണ്. ശിവരാം വീട്ടുപേരാണ്. നമ്മുടെ ഇങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈൽ ചാനൽ ആയതുകൊണ്ട് നമ്മളെൻ്റെ പേര് തന്നെ കൊടുത്തു. കാരണം നമ്മുടെ ഡെയിലി നടക്കുന്ന കണ്ടന്റ് ഫുൾ അതിനകത്ത് ഇടുകയാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ചാനൽ ലിങ്ക് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ചാനലിൻ്റെ പേര് സ്റ്റോറീസ് ഇൻ മൈ ബുക്ക് എന്നാണ്. അതിൽ നമ്മൾ ട്രാവലിങ്ങും എല്ലാ തരത്തിലുള്ള വീഡിയോസും അതിൽ അപ്ഡേറ്റ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. നമ്മുടെ നാട്ടുകാരൻ കൂടിയാണ്. കൊണ്ടോട്ടി കാലിക്കറ്റ് എയർപോർട്ടിന് തൊട്ടടുത്ത് തന്നെയാണ്. ഐക്യപ്പടി എന്ന സ്ഥലത്താണ് എൻ്റെ വീട്. അപ്പം എൻ്റെ ഈ കുറച്ച് സബ്സ്ക്രൈബേഴ്സ് ഉള്ളവർ ആരെങ്കിലും ഇയാളെ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ ആൾക്കാരാണ്. അപ്പോൾ ചാനലിൻ്റെ പേര് മറക്കണ്ട, സ്റ്റോറീസ് ഇൻ മൈ ബുക്ക്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പോൾ കാണുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചങ്കാണ്. എല്ലാവിധ സപ്പോർട്ടും ഇവിടെയും വേണം. എല്ലാവരും സൂപ്പറായി നിൽക്കുക. വലിയ വലിയ ഉയരങ്ങളിലേക്ക് ഇനിയും എത്താനുള്ളവരാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഓരോ സപ്പോർട്ടാണ് നമ്മുടെ ചങ്കിനെ ഉയരങ്ങളിലേക്ക് എത്തിക്കുക. അപ്പോൾ സോ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്. താങ്ക് യു. ബൈ. ഹബീബ് വ്ളോഗ്സ്. ദുബായിലെ ഇങ്ങനൊരു ഡെസ്റ്റിനേഷനിലെ ചെറിയൊരു വീഡിയോ ഒരു 5 മിനിറ്റിൽ കവർ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അപ്പോൾ അതിൽ കൂടുതൽ ഇൻഫർമേഷനൊന്നും കൊടുക്കണില്ല, പക്ഷേ അതിന് പകരം അവിടുത്തെ വ്യൂസ് മൊത്തം കാണിക്കുക എന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. ഓക്കെ. അപ്പോൾ അടിപൊളി വീഡിയോസാണ്, എല്ലാവരും കാണുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓക്കെ. വീഡിയോ കണ്ട് ചാനലും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനലിൻ്റെ പേര് റിനിയാനിൽ വ്ളോഗ്സ് എന്നാണ്. ഞാൻ അന്നത്തെ ചെയ്യുന്നത് കൂടുതലായിട്ട് കരിയർ റിലേറ്റഡ് വീഡിയോസാണ് ഞാൻ ചെയ്യുന്നത്. കരിയർ റിലേറ്റഡ് എന്ന് പറയുമ്പോൾ ജോബ്സ്, പിന്നെ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ലൈക്ക് എന്താ പറയുക, നമ്മൾ കുറേ കാര്യങ്ങളൊന്നും ആലോചിക്കില്ലല്ലോ, അങ്ങനത്തെ കാര്യങ്ങൾ എന്താണെന്നൊക്കെയുള്ള വീഡിയോസാണ് ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത്. ടിപ്സ് എല്ലാം ജോബ് ടിപ്സ് ആണ് മെയിനായിട്ട്. കാരണം ഞാൻ റിക്രൂട്ട്മെൻറ്റ് കോർഡിനേറ്ററായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ജോബ് റിലേറ്റഡ് അങ്ങനത്തെ കുറച്ച് ആൾക്കാർക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലുള്ള വീഡിയോസാണ് ഞാൻ മെയിനായിട്ട് ചെയ്യുന്നത്. ഞാൻ ദുബായിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്ന വീഡിയോസൊക്കെ സ്ഥലങ്ങളെല്ലാം ട്രാവൽ വീഡിയോസാക്കി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും. ട്രാവൽ വിത്ത് സുബൈർ എന്നുള്ള ചാനലിൽ. അത്രേ ഉള്ളൂ എൻ്റെ ചെറിയ ചെറിയ യാത്രകൾ. ഈ ദുബായിനകത്തുള്ള വീഡിയോസ് എല്ലാം അടിപൊളി വീഡിയോസ് ആണ്. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അപ്പോൾ Ztalks സമീൽ ഭായിയുടെ വാക്കുകളൊക്കെ നിങ്ങളും കേട്ടല്ലോ. അപ്പോൾ ഞാനൊരു തീരുമാനം എടുത്തു. ഇനി മുതൽ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തു ഗുണം എന്നുള്ള ചോദ്യം ഞാൻ പലതവണ മനസ്സിൽ ചോദിച്ചിട്ട് മാത്രമേ ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്യൂ. അത് എത്ര സമയമെടുത്തിട്ടാണെങ്കിലും വേണ്ടിയില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും
സപ്പോർട്ട് ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടെ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവരോടും ബായ്, മാസലാം.